പഹൽഗാമിലുണ്ടായ ദാരുണമായ സംഭവം നമ്മുടെ രാജ്യത്തെ എല്ലാവരെയും ഞെട്ടിക്കുന്നതും ദുഃഖത്തിലാഴ്ത്തുന്നതുമാണ്. എന്തുകൊണ്ടാണ് ഈ ഭീകരന്മാർ സിവിലിയന്മാരെ, നിരപരാധികളായ നമ്മുടെ പൗരന്മാരെ ലക്ഷ്യം വെക്കുന്നത്? ഇത് ഒരു 2-3 ദിവസം മുമ്പുള്ള ABC തന്നെ വീഡിയോയിൽ ഞാൻ ഡിസ്കഷൻ ഉണ്ടായ വീഡിയോ, എനിക്ക് തോന്നുന്നു നിങ്ങളായിരുന്നു അതോ ആരായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായെന്ന് എനിക്കറിയില്ല. 3 ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏതാണ്ട് സിവിലിയന്മാരെ എന്തുകൊണ്ട് സിവിലിയന്മാരായിരിക്കും ടാർഗറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അന്ന് നമ്മൾ പ്രധാനമായിട്ട് കാര്യം പറഞ്ഞത് അജ്ഞാതന്മാർ എന്ന് പറഞ്ഞ കുറേ ആളുകളുണ്ട്. ഇവർ ഈ ലോകത്ത് എല്ലായിടത്തും ഇന്ത്യയുടെ ശത്രുക്കളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് അതേ രീതിയിൽ തിരിച്ചടിക്കാനുള്ള ശേഷി പാകിസ്ഥാനില്ല. ഇപ്പം പാകിസ്ഥാൻ എന്തായാലും ചെയ്യാമെന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ സിവിലിയൻസിനെ, ഗ്ലോബലി ഇന്ത്യൻ സിവിലിയനെ, എസ്പെഷ്യലി ഹിന്ദുസിനെ അവർ ടാർഗറ്റ് ചെയ്യും. ക്രിസ്ത്യൻസിനും മുസ്ലിംസിനെ അവർ ഒഴിവാക്കും, ചിലപ്പോൾ ദളിതരെ അവർ ഒഴിവാക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കേട്ട ജാതി മതമൊക്കെ ചോദിച്ചിട്ടാണ്, എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിച്ചിട്ടാണ് വെടിവെച്ചിരിക്കുന്നത്. ഈ പറയുന്ന സവർണ ഹിന്ദുക്കളെ അവർ ടാർഗറ്റ് ചെയ്യും. അത് അവർക്കതേ പറ്റുള്ളൂ. എല്ലാ കാലത്തും അവർ ചെയ്തിരുന്നത് ഈ ഷാഡോ വാറാണ്. എന്ന് വെച്ചാൽ കൊളാട്രൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഈ സോഫ്റ്റ് ടാർഗറ്റുകൾ, നിഴൽ യുദ്ധം, സോഫ്റ്റ് ടാർഗറ്റുകളാണ് അവരെന്നും ഈ തീവ്രവാദികൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യയിൽ ആപ്പാടെ ഹാർഡ് ടാർഗറ്റ് എന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധിയുടെ മാത്രമാണ് ഒരു ഹാർഡ് ടാർഗറ്റ് അവർ ഫോക്കസ് ചെയ്തത്. രാജീവ് ഗാന്ധി തമിഴ് തീവ്രവാദികൾ, പിന്നെ പിന്നെ ബിയാന്ത് സിംഗ് അല്ല, നമ്മളെ അയാൾ തന്നെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു അവിടെ പഞ്ചാബിലെ, അങ്ങനെ ബ്ലാസ്റ്റ് ചെയ്ത് നടന്നത്. ഈ 2 പേരാണ് ബേസിക്കലി തീവ്രവാദികൾ, ഹാർഡ് ടാർഗറ്റുകൾ. ബാക്കിയെല്ലാം സിഖ് തീവ്രവാദികളാണെങ്കിൽ, കാശ്മീർ തീവ്രവാദികളാണെങ്കിൽ അവർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? സോഫ്റ്റ് ടാർഗറ്റുകളാണ്. അതിൽ ഏറ്റവും വളരെ സാധാരണക്കാരായ അത് ഒരു കൈവിട്ട് പോയത് എപ്പോഴാന്ന് വെച്ചാൽ, എപ്പോഴോ ഒരിക്കൽ ഈ കാശ്മീരിലെ മിലിറ്ററി പേഴ്സണൽസിൻ്റെ ഫാമിലി പോകുന്നു, കുട്ടികളും ഭാര്യമാരൊക്കെ പോകുന്നൊരു ബസ്സിന് അവർ ബോംബ് വെച്ചു. അപ്പം ഇന്ത്യ യുദ്ധത്തിന് പോയതാണ്. എന്തോ കാരണം കൂടെ യുദ്ധം നടക്കാം, ഈ വാജ്പേയി ആയിരിക്കുമ്പോഴാണ് അത് പിന്നെ സഹിക്കാൻ പറ്റില്ലല്ലോ. ഇവർ ആ മിലിറ്ററി പേഴ്സണൽസ് അതിർത്തിയിൽ അങ്ങനെ നിൽക്കുന്ന ഈ രാജ്യം അവരെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള ഉറപ്പിലാണ്. അപ്പോൾ അവർ ഫാമിലിയെ ടാർഗറ്റ് ചെയ്ത് എന്ത് ചെയ്യും? അവർ വളരെ വൾണറബിളാണ്. ഇത് മറ്റേ സിനിമയിലുണ്ട്, മേജർ രവിയുടെ മോഹൻലാൽ സിനിമയിലെ അയാളെ ഭാര്യനെ, കൊച്ചിനേക്കല്ല ടാർഗറ്റ് ചെയ്യുന്നവർ. അപ്പം ഇത് ഇവരുടെ ഒരു രീതിയാണ്. ഇത് ഞാനത് അന്ന് പറഞ്ഞു, ഇതിപ്പോൾ ഗ്ലോബലി ഉണ്ടാകാൻ പോവുകയാണ്. കാരണം ഇവന്മാർക്ക് നല്ല അടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട പല ആളുകളെ ഇവിടെ ഒന്നെങ്കിൽ ഇസ്രായേൽ കൊല്ലു, അല്ലെങ്കിൽ അജ്ഞാതം കൊല്ലു. ഗ്ലോബൽ ടെററിന്റെ പ്രധാനപ്പെട്ട ആളുകളെ മൊത്തം കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാനുള്ളിലും കാനഡയ്ക്കുള്ളിലുമാണ് ഇത് സംഭവിക്കുന്നത്. പാകിസ്ഥാനുള്ളിലും കാനഡയുടെ ഉള്ളിലൊക്കെ ആയിട്ട് അമേരിക്കൻ്റെ ഉള്ളിൽ കയറി അധികം ചെയ്യാത്തത്, അത് അമേരിക്കയെ അലോസരപ്പെടുത്തും. അവിടെ ഇന്റേണൽ സെക്യൂരിറ്റി എന്നൊക്കെ പോകുന്നുണ്ട് പ്രശ്നവും. പിന്നെ CIA വീഴ്ചയായിട്ട് പരിഗണിക്കപ്പെടും. പിന്നെ അവന്മാരെ ഈവോ അർട്ടാവും. അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. പിന്നെ ഉള്ളത് യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ അവിടെ നിയമങ്ങൾ വളരെ ശക്തമാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ് ഊരിപ്പോകാൻ വളരെ പാടാണ്. അതുകൊണ്ടാണ് അവിടെയും ചെയ്യാത്തത്. ഒരു ഇൻവിസിബിളായ ഒരു ആർമി ഉണ്ട് എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ഇന്ത്യക്ക്. അത് മൊസാദ് പരിശീലിപ്പിച്ച ഡോവലിൻ്റെ സ്വന്തം കുട്ടികളാണ്. മൊസാദ് നമ്മുടെ IB ഓയും തമ്മിലൊരു ടൈപ്പ് ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. നമുക്കറിയില്ല, കേട്ടിട്ടേ ഉള്ളൂ. ഡോവലും കാങ് ഡോവൽ ഇവരായിരുന്നല്ലോ ഹോക്കിഷ് ആയിട്ടുള്ള ആൾ, ഇവരെ കുട്ടികളാണ് ആവാനാണ് സാധ്യത. അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഈ പറയുന്ന അസാൻസിന് വാടകയ്ക്ക് എടുക്കാം, ജോൺ വിക്കിനെയൊക്കെ പോലെ. തെളിവില്ല, പക്ഷേ ഇത്രയേ വഴി പറയാൻ പറ്റുള്ളൂ. കൊല്ല ചെയ്യപ്പെടുന്നത് ഇന്ത്യയുടെ ശത്രുക്കളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആർക്കും ഇങ്ങനെയുള്ള ഭീകരന്മാരെ ബോഡി കൊല്ലേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാരണം. വേറെ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ കാശ്മീർ തിരഞ്ഞെടുക്കാൻ അങ്ങനെ ഒന്ന് വാൻസ് വിസിറ്റ് ചെയ്യുന്നു. ലോക ശ്രദ്ധ ഇന്ത്യയിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഒന്നത്. രണ്ടാമത്തെ കാര്യം, പാകിസ്ഥാൻ ഇപ്പം മോഡി വളരെ സക്സസ്ഫുൾ ആയിട്ട് കാശ്മീരിനെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഗൾഫ് മോഡി ജിദ്ദയിലാണുള്ളത്. ഇപ്പം പണ്ടല്ലേ സൗദിയിലായിരുന്നു, അവർക്ക് കാശ് കിട്ടുന്നില്ല. അപ്പം മോഡി അവിടെ പോയി പറയുന്നത് വെച്ചാൽ കാശ്മീരിൽ ഇവരുണ്ടാക്കിയ പ്രശ്നമാണ്. ഇപ്പോൾ ഒരു പ്രോബ്ലം അല്ല, കണ്ടല്ലോ, പിന്നെ ടൂറിസ്റ്റുകൾ വരുന്നു, അവിടെ നിന്ന് ലോക്കൽ സപ്പോർട്ട് കിട്ടുന്നു, ഷീല റഷീദ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ മോഡി പറഞ്ഞു കൺവിൻസിങ് ആക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഇവരുടെ മുസ്ലിങ്ങളെ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ ചോദിക്കും, അങ്ങനെ നല്ലല്ല ഞങ്ങൾ കാണുന്നത്, പാകിസ്ഥാൻ അല്ല സൗദി അറേബ്യ. അപ്പോൾ അവന്മാർക്ക് അത് അങ്ങനെ അല്ലാന്ന് കാണിക്കണം. അപ്പം ഇവരെന്താ വിചാരിക്കുന്നത് വെച്ചാൽ അവർ അടുത്ത ടാർഗറ്റ് ഇതാണ്. പണ്ട് അമർനാഥിൽ ഈ പറഞ്ഞ പോലെ തീർത്ഥാടകർ ആക്രമിച്ച സമയത്ത് അന്ന് മോഡിയല്ല, മോഡി ഗുജറാത്തിലെ കാര്യകർത്താവ് എന്താണ് BJP-യുടെ, അന്ന് മോഡിന്റെ തൊട്ട് BJP-യുടെ അഖിലേന്ത്യാ ഓർഗനൈസേഷൻ. പക്ഷെ ഒരു ബേസിക്കലി 3 സ്റ്റേറ്റുകളുടെ ചുമതല ഗുജറാത്ത് ഉണ്ടായിരുന്നു.
ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ എന്നാണ് എൻ്റെ ഒരു ആ അല്ലെങ്കിൽ ഡൽഹി അങ്ങനെ ഗുജറാത്ത് ഉണ്ടായിരുന്നു. ആ സമയത്ത് സൂറത്ത് കലാമുണ്ട്. സൂറത്ത് പൊതുവെ കലാമുണ്ടാകാത്ത സ്ഥലമാണ്. സൂറത്ത് കലാമുണ്ടാകാറുള്ളൂ. മുഹമ്മദാബാദിലാണ് കലാമുണ്ടാകുന്നത്. അതെ, അഹമ്മദാബാദിലാണ് കൂടുതൽ. സൂറത്ത് കലാമുണ്ട്. സൂറത്തിൽ വജ്ര വ്യാപാരികളൊക്കെ ബായി ആണ്. ബോറ മുസ്ലിംസ് ആണ് കൂടുതൽ. അന്ന് ഈ ഗുജറാത്തിൻ്റെ ഒരു മിനിയേച്ചറാണ് സൂറത്തിൽ അരങ്ങേറിയത്. അന്ന് മോഡിയല്ല മുഖ്യമന്ത്രി, ഞാൻ പറഞ്ഞില്ല, വേറെ ഒന്നാണ്. തൊട്ട് മുമ്പുള്ള കക്ഷിയാണ് മുഖ്യമന്ത്രി. അപ്പം ഒരു മിനിയേച്ചറാണ് അവിടെ അരങ്ങേറിയത്. അതന്ന് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു കാര്യം. അപ്പം ആ രീതിയിൽ കുറേ ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് കൊന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഒട്ടേക്ക് ബജരംഗ് വാലികൾ അഴിഞ്ഞാടുകയും ഗുജറാത്ത് ഇന്ത്യ മൊത്തം ഉണ്ടാവുകയും അങ്ങനെ ഇന്ത്യയിൽ മൊത്തം മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കെതിരെ ഉപരോധം കൊണ്ട് ഇതൊക്കെ ആയിരിക്കും ഒരു ടാർഗറ്റ്. പക്ഷേ സോഫ നമ്മളൊന്നും കണ്ടിട്ടില്ല. റിറ്റാലിയേഷൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. റിറ്റാലിയേഷൻ ഉണ്ടെങ്കിൽ അവിടെ പാകിസ്ഥാനിൽ പോയി റിറ്റാലിയേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതൊക്കെയാണ്. അല്ലാണ്ട് എവരി ആക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ഇതിന്റെ പേരിൽ ഇന്ത്യക്കകത്തൊരു കലാപമോ ഏറ്റുമുട്ടലോ അവരുടെ പ്ലാൻ ബി അതാണ്. അവർ വിചാരിക്കുന്ന വെച്ചാൽ ഇതിന്റെ പുറത്ത് ഈ സൂറത്തിൽ അന്ന് സംഭവിച്ചതുപോലെ ഈ പറയുന്ന മുസ്ലിംസിനെതിരെ ഒരു കലാപം ഉണ്ടാവുന്നതാണ്. സൂറത്തിൽ അന്ന് ഉണ്ടായിട്ടുണ്ട്. അത് അന്ന് നമ്മൾ വലിയ ആരും ശ്രദ്ധിക്കാതെ പോയൊരു കലാപമാണ്. പിന്നെ ഈ ഗുജറാത്ത് കലാപം പഠിക്കുന്ന സമയത്താണ് പിന്നെ അതെൻ്റെ ശ്രദ്ധയിൽ വന്നത്. അപ്പം അതേപോലെയുള്ളൊരു അപ്പം ഇങ്ങനെ പല ടാർഗറ്റുകളാണ് അവർക്ക്. അപ്പം തൽക്കാലം അങ്ങനെ ഒരു റിട്ടാലിയേഷൻ ഒന്നും അങ്ങനെ മണ്ടത്തിനൊന്നും പിന്നെ ബജരംഗദളിന്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടില്ല. സോഫ ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറയുന്ന കാശ്മീർ ഇപ്പം നിങ്ങൾ തന്നെ നോക്കൂ, ഫലസ്തീൻ പ്രശ്നം ഏതാണ്ട് തീരുവെന്ന ഘട്ടത്തിലെത്തിയ സമയമായിരുന്നു ഇസ്രായേൽ ഈ ഹമാസ് അവിടെ കയറി തല്ലിയത്. അപ്പം ഈ പലസ്തീൻ വിഷയം തീർക്കരുത് എന്ന് ആർക്കാണ് ആഗ്രഹം? തീവ്ര സയനിസ്റ്റുകൾക്കും ഹമാസിനാണ്. തീവ്രവാദികളായ മുസ്ലിങ്ങൾക്ക് അത് തീർക്കരുത് എന്നുള്ളത്. മറ്റേത് ആ എബ്രഹാമിക് അക്കോർഡ്. ഇവർ 3 മതങ്ങളുണ്ടല്ലോ, ഇസ്ലാം മതം, അത് പിന്നെ UAE, ഇസ്രായേൽ ജൂതന്മാർ, അമേരിക്ക ക്രിസ്ത്യാനികൾ, ഇവർ 3 പേരും കൂടി എബ്രഹാമിക് അക്കോർഡ് സൈൻ ചെയ്ത് അവിടെ ഒരു പീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പലസ്തീൻ വിഷയം ഇമ്മെറ്റീരിയലായി മാറി, ഇൻസിഗ്നിഫിക്കൻ്റ് ആയത്. അന്നപ്പാണ് ഈ വിഷയം. നിങ്ങൾ നോക്കിയാൽ പലസ്തീനിൽ എന്നൊക്കെ ഒരു വെള്ളക്കൂടി ഉയർന്നോ അന്ന് പ്രശ്നം ഉണ്ടാക്കിയ ആൾ ഒന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അണ്ടറിലുള്ള ഈ തീവ്ര പിന്നെ യഹൂദന്മാരാണ്. അവന്മാർക്ക് ഇഷ്ടമല്ല. അവന്മാർക്ക് കച്ചവടം നടക്കണമെങ്കിലും അവിടെയുള്ള ഈ പിന്നെ എന്താണ് സാമ്പത്തിക ക്രമക്കേട് മറച്ചു വെക്കണമെങ്കിൽ ഇങ്ങനെ പ്രശ്നം വേണം. നെതന്യാഹുവിനും ആവശ്യം ഉണ്ടായിരുന്നു, ഇവർക്കും ആവശ്യം ഉണ്ടായിരുന്നു. നെതന്യാഹു ഒന്ന് സെറ്റായി കൊടുത്തു, ഇവന്മാർ കയറി തല്ലി, നെതന്യാഹു നിരപ്പാക്കി. ഇപ്പം എന്തായി? പലസ്തീൻ വിഷയം പിന്നെയും ഗ്ലോബൽ സ്റ്റേജിലേക്ക് വന്നു. കശ്മീർ വിഷയം കുറച്ച് കാലം ലോകം ചർച്ച ചെയ്യുന്നില്ല. തുർക്കിയൊക്കെ പല സമയത്തും മാന്തി വെക്കുന്നുണ്ട്, ആരും ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പം എന്താ സംഭവം? 25 പേര് കൊല ചെയ്യപ്പെട്ടു. അത് വാൻസ് ഇവിടെയുള്ള സമയത്ത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ലെങ്കിലും ശ്രദ്ധയിലേക്ക് വന്നു, ലോക ശ്രദ്ധ ആകർഷിച്ചു. ഇതാണ് കാര്യം. അപ്പം അടുത്ത ചോദ്യം വരും, മോഡിയുടെ മസിൽ എവിടെ എന്നുള്ള ചോദ്യം വരും. മോഡിനെ പ്രകോപിപ്പിക്കും. അപ്പം മോഡി മസിലാകാൻ വേണ്ടി പാകിസ്ഥാനിൽ പോയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം. കാരണം സോഫ നമുക്ക് പാകിസ്ഥാൻ ലിങ്ക് മെറ്റീരിയലായി തെളിയിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഒന്നത് ചത്തത് കീചകനെങ്കിൽ ഒന്നത് ഭീമനായിരിക്കും എന്ന് പറയാനേ പറ്റുള്ളൂ. ആ മെറ്റീരിയൽസ് കണ്ടെത്തണം. രണ്ടാമത്തെ കാര്യം, അതിനെതിരെ ഇവിടെ മുസ്ലിംസിന് റിട്ടാലിയേഷൻ ഉണ്ടായാലോ അത് ഗ്ലോബൽ ശ്രദ്ധയിലേക്ക് വന്നു. മുസ്ലിംസ് പീഡിപ്പിക്കപ്പെടുന്നു. മുസ്ലിംസ് മാത്രമേ, മുസ്ലിംസിനെ വെച്ചുകൊണ്ട് ഇവിടെ പലരും കളിക്കുന്നതാണ്. ഇവിടെ ഇപ്പം കൺവേർഷൻ നടത്തുന്ന മുസ്ലിംസ് ഒന്നല്ല. അത് നിങ്ങൾ എടുത്തു നോക്കിയത്. കുറച്ച് ഇവിടെ മാസ് കൺവേർഷൻ മീനാക്ഷി വിടുത്തിന് ശേഷം മുസ്ലിംസ് അങ്ങനെ മാസ് കൺവേർഷൻ ഇവിടെ നടത്തിയിട്ടൊന്നുമില്ല. പക്ഷേ മുസ്ലിംസിനെ പീഡിപ്പിക്കുന്നത് പറഞ്ഞുകൊണ്ട് വേറെ ആളുകളാണ് കച്ചവടം നടത്തുന്നത്. ആരാന്നൊക്കെ എല്ലാവർക്കും അറിയാലോ, ഡീപ് സ്റ്റേറ്റിൻ്റെ കളിയൊക്കെ. അപ്പോൾ ഇങ്ങനെ പല സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം പ്ലാനാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നത് പഠിച്ചോനാ അറിയില്ല, എനിക്കൊരു പിടുത്തമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.